ഞാൻ പലപ്പോഴും കാണുന്നത് ഹൃദയത്തിലെ രക്തധമനികളുടെ 100% ബ്ലോക്കുകൾ ആയി പലപ്പോഴും പലരും നടക്കുകയാണ്. ഞാൻ ഇത്രയും കാലം അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾ വിചാരം ഇതുണ്ടാകുന്നത് പ്രായാധിക്യമുള്ള ആൾക്കാരിലായിരിക്കുമെന്ന്. കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ഞാൻ ചെയ്ത 100% ബ്ലോക്കുകൾ ഏകദേശം 7ഓളം രോഗികളെ പല സ്ഥലങ്ങളിലായി ചെയ്തത് എല്ലാം 40 വയസ്സിന് താഴെയുള്ളവരായിരുന്നു. അവരുടെ രോഗം എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, അവർക്ക് എന്തിന് 100% ബ്ലോക്ക് വന്നു എന്നത് സ്വാഭാവികമായ സംശയം മാത്രമാണ്. ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് പലപ്പോഴും 20ഓ 25ഓ 28ഓ വയസ്സിൽ ഒരു ഡെക്കേഡ് മുമ്പ്, അതായത് ഒരു ദശാബ്ദ കാലം മുമ്പ് ഹൃദ്രോഗ സാധ്യത ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ ഉണ്ടാവുന്ന സ്ഥിതിക്ക് ഇവരുടെ ബ്ലോക്കുകൾ അവരറിയാതെ പോകുന്നതാണ്. എങ്ങനെ അവരറിയാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും വരുന്ന നെഞ്ചരിച്ചൽ ബുദ്ധിമുട്ടുകളെ അവരൊരു ഗ്യാസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ഒരു കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഒരു തേങ്ങാ വെള്ളം അല്ലെങ്കിൽ ഈ ചെറിയൊരു തേയില വെള്ളം കുടിച്ച് ഇത് മാറുമ്പോൾ അവർ വിചാരിക്കും മാറിയെന്നാണ്. പ്രധാനപ്പെട്ട രക്തക്കുഴലിലല്ലാത്ത ബ്ലോക്കുകൾ നമുക്ക് ശമനം താൽക്കാലികമായി തരുമെങ്കിലും പിന്നെ അവർ മറ്റ് രക്തക്കുഴലിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഡെവലപ്പ് ചെയ്താൽ ഇവർ വരുന്നത് വളരെ മോശമായൊരവസ്ഥയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ 100% ബ്ലോക്കുകൾ പലപ്പോഴും കടുത്ത ബ്ലോക്കുകൾ, ആദ്യത്തെ 3 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള 100% ബ്ലോക്കുകളിൽ നമ്മൾ CTO അല്ലെങ്കിൽ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്നാണ് പറയുന്നത്. ഇത് കാണുന്ന പാട് കാണാത്ത പാട് 90% ഹൃദ്രോഗ വിദഗ്ധരും അവർ ബൈപ്പാസ് അല്ലാതെ വേറൊരു വിധിയില്ല എന്ന് എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിന് എന്ത് കാരണം എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ബലൂൺ ശസ്ത്രക്രിയക്കായി നമ്മൾ ഒരു ഗൈഡ് വയർ കടത്തി, ഗൈഡ് വയർ എന്ന് വെച്ചാൽ വഴികാട്ടിയാവുന്ന വയർ, അതിൻ്റെ പുറകെ ബലൂണുമായി വികസിപ്പിക്കുകയാണ് സ്വാഭാവികമായി ചെയ്യുന്നത്. ഇവിടെ ബലൂൺ വയറുകൾ കടന്നു പോകില്ല, കാരണം 100% ബ്ലോക്കല്ലേ. ആ 100% ബ്ലോക്ക് കാലപ്പഴക്കം കൊണ്ട് കാൽഷ്യം അടങ്ങിയതാവാം, കടുത്ത ബ്ലോക്കായി മാറാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു രക്തക്കട്ടി തറ വീണ എന്ത് പറ്റും? ആദ്യം അതൊന്ന് സോളിഡിഫൈ ചെയ്യും. നമ്മൾ മണ്ണെടുക്കുക, മണ്ണൊന്ന് സോളിഡിഫൈ ചെയ്താൽ നല്ല കട്ടിയുള്ള മണ്ണാവും. കട്ടിയുള്ള മണ്ണ് പിന്നെ കല്ല് പോലെയാവും, പിന്നെ കല്ല് പാറ പോലെയാവും. പാറയായാൽ പൊട്ടിക്കാൻ പാടാണ്, കല്ല് ഭേദമാണ്. പക്ഷേ കട്ടിയുള്ള മണ്ണോ കുറച്ചുകൂടെ എളുപ്പമാണ്. വളരെ സോളിഡിഫൈ ചെയ്ത് സെമി ലിക്വിഡ് സ്റ്റേജിലാണെങ്കിൽ അത് തുറക്കാൻ എളുപ്പമാണ്. അപ്പോൾ സെമി ലിക്വിഡ് ഫേജിലുള്ള ബ്ലോക്കുകൾ ഗൈഡ് വയർ കടന്നു പോകും. പക്ഷേ അത് കട്ടിയുള്ള മണ്ണായാൽ പാടാണ്, കല്ലായാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് മറ്റേത്. അപ്പോൾ മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. ഈ വയറുകൾ ഉപയോഗിച്ച് ശീലമുള്ളവരോ അതിനകത്ത് ട്രെയിൻ ചെയ്ത ഡോക്ടർക്കും മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തത്, ചില ബ്ലോക്കുകൾ, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന ബ്ലോക്കുകൾ, വലതുവശത്തെ രക്തക്കുഴലിലെ ബ്ലോക്കിന് ഇടതുവശത്തുനിന്ന് വന്ന് വളരെ ചെറിയ നേർത്ത രക്തധമനിയിലെ ബ്രാഞ്ചുകൾ വഴി കയറി ഇടതുവശത്തൂടെ കയറി പുറത്തിറങ്ങി ബ്ലോക്ക് നീക്കം ചെയ്യുകയാണ് പതിവ്. ഇതിന് റെട്രോഗ്രേഡ് CTO ഇൻ്റർവെൻഷൻ എന്ന് പറയും. ആൻറ്റിഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ നേരായ വഴിയെ പോകുന്നു. റെട്രോഗ്രേഡ് എന്ന് വെച്ചാൽ വേറൊരു രക്തക്കുഴൽ വഴി കയറി വന്ന് ബ്ലോക്ക് നീക്കം ചെയ്യുന്നു. അപ്പോൾ ബ്ലോക്ക് നീക്കം ചെയ്യാൻ ഇവർക്ക് പറ്റും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ബ്ലോക്ക് നീക്കം ചെയ്യുന്നതിന് 100ൽ 0.5% അല്ലെങ്കിൽ 1% പരാജയമാണ് ഒരുവിധം എക്സ്പേർട്ടായ ഡോക്ടർക്കുണ്ടാവുക. പക്ഷേ ഇതിനകത്ത് ഈവൻ 80% സക്സസ് പോലും വലിയ സക്സസ് ആണ്. അതായത് 5ൽ ഒരാൾക്ക് പരാജയം സംഭവിക്കാം, എന്നാലും 5ൽ 4 പേർക്ക് സക്സസ് ഉണ്ടാവുന്നതും ഏകദേശം 89% സക്സസ് ആണ് എൻ്റെ പേരിലുള്ളത്. പക്ഷേ ഈവൻ 80% സക്സസ് പോലും ഒരു വലിയ സക്സസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. 10ൽ 9 പേർക്ക് അല്ലെങ്കിൽ 10ൽ 8 പേർക്ക് വിജയിക്കുമെങ്കിൽ എന്തിന് ഈ രോഗികളെ ഈ ചെറിയ പ്രായത്തിൽ ബൈപ്പാസിന് വിധേയരാക്കണം? അപ്പം നമുക്ക് ഒഴിവാക്കാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബൈപ്പാസ് മോശമായ ചികിത്സാ രീതിയാണോ? അല്ല. പക്ഷേ 40 വയസ്സിന് താഴെയുള്ള ഒരാൾ ബൈപ്പാസിന് വിധേയനായാൽ വീണ്ടും 10 കൊല്ലത്തിനകത്ത് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വീണ്ടും ഒരു ചികിത്സാ രീതിക്ക് അവർ 40 വയസ്സിൽ അല്ലെങ്കിൽ 50 വയസ്സിൽ വിധേയനാവുക എന്നുള്ളത്. ഇന്നൊരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 78ഉം 80നും മുകളിലാകുമ്പോൾ നമ്മൾ ഈ ചികിത്സാ രീതി യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് 50ൽ താഴെയുള്ളവരുടെ 100% ബ്ലോക്ക് ബലൂൺ ശസ്ത്രക്രിയ വഴി തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ, ആ സാധ്യതയുണ്ടെങ്കിൽ, അതിന് പറ്റുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ, അതിന് പറ്റിയ സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെ 100% ബ്ലോക്ക് ഇന്ന്
ബൈപ്പാസ് മാത്രമല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ആണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ ഞാൻ ശ്രമിക്കുന്നത്.